പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 9-നാണ്. നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. കൃത്യം 7 ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ലഭിക്കുക. പ്രചാരണത്തിന് 23 ദിവസം. ഏപ്രിൽ 9-ന് പോളിംഗ് ബൂത്തിലെത്തും കേരളം. ഒപ്പം വോട്ടെണ്ണൽ മെയ് 4-നായിരിക്കും. കൃത്യം 50-ാം ദിവസം വോട്ടെണ്ണലിലേക്ക് കടക്കും. അങ്ങനെ കേരളത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് കാത്തുകാത്തിരുന്ന ദിവസം എത്തുകയാണ്. ഏപ്രിൽ 9-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ബംഗാളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23-നും 29-നുമാണ് വോട്ടെടുപ്പ്. അസമിൽ ഏപ്രിൽ 9-ന് തന്നെയാണ്. കേരളത്തിനോടൊപ്പം തന്നെ പുതുച്ചേരിയിലും കേരളത്തോടൊപ്പം ഏപ്രിൽ 9-ന് തന്നെ. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നാണ്. തമിഴ്നാട്ടിലും ഒറ്റഘട്ടമായി ഫലപ്രഖ്യാപനം എല്ലായിടത്തും, വോട്ടെണ്ണൽ എല്ലായിടത്തും മെയ് 4-ന് തന്നെയാണ്. ഇപ്പോൾ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 81 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ധർമ്മടത്ത് പിണറായി വിജയൻ, പേരാവൂരിൽ KK ശൈലജയും ജനവിധി തേടും. 56 സിറ്റിംഗ് MLA-മാർ ഇത്തവണയും മത്സരത്തിനിറക്കുന്നു. LDF-ന്റെ റോഡ് ഷോ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വട്ടിയൂർക്കാവ്, കളമശ്ശേരി, കോന്നി, നേമം തുടങ്ങി എല്ലാ മണ്ഡലങ്ങളിലെയും റോഡ് ഷോ LDF സ്ഥാനാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞു. ജിവി പ്രസാദ് ആദ്യ മണിക്കൂറിൽ, ആദ്യ ദിവസം LDF തൂക്കി എന്ന് പറയണം. സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു കഴിഞ്ഞു. ഒരു ലാപ്പ് മുന്നിലെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയുകയും ചെയ്യാം. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് നേമത്ത് തന്നെയാണ്. വി ശിവൻകുട്ടി, സിറ്റിംഗ് MLA, വിദ്യാഭ്യാസ മന്ത്രി പ്രചാരണത്തിലും ഇതാ ആദ്യഘട്ടത്തിൽ ആ ആവേശം ഊട്ടി ഉറപ്പിക്കുകയാണല്ലേ? ഉറപ്പായും വിനീത, ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ നേമം മണ്ഡലം. തിരുവനന്തപുരത്ത് ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം നേമം തന്നെയാണ്. 2 കഴക്കൂട്ടം, 3 വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലങ്ങളാണ് സ്റ്റാർ പോരാട്ടം നടത്തുന്നത്. നേമം എന്നുള്ളത് നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. പിന്നീടത് LDF തന്നെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, BJP തിരിച്ചു പിടിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയാണ് കളത്തിലിറക്കുന്നത്. പക്ഷേ ഏറ്റവും ജനകീയനായ മന്ത്രി എന്ന് പേര് കേട്ട CPIM-ന്റെ തിരുവനന്തപുരത്തെ തുറുപ്പുചീട്ട് വി ശിവൻകുട്ടി തന്നെയാണ് ഇത്തവണയും നേമത്തേക്ക് വേണ്ടി ഇറങ്ങുന്നത്. പക്ഷേ വിനീത, ഇതിലൊരു പ്രശ്നമുള്ളത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി കുറച്ച് ദുർബലനാണെങ്കിൽ ആ വോട്ട് കൂടി BJPക്ക് പോവുകയും അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ഇടതുമുന്നണി അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പറയുന്നത് അങ്ങനെയല്ല. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഓരോ മണ്ഡലത്തിലും ഇറക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും നേമത്തെ മത്സരഫലം, അതല്ലെങ്കിൽ നേമത്തെ മത്സരം, അത് വലിയ പോരാട്ടം തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. നേമം പോലെ തന്നെയാണ് സംസ്ഥാനത്തെ നിരവധി മണ്ഡലങ്ങൾ, ഏതാണ്ട് 50-ലധികം മണ്ഡലങ്ങൾ വലിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഫലം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരും എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഏറ്റവും അവസാനം ഉയർന്നു വന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, അത് UDF വലിയ ആയുധമാക്കും എന്ന കാര്യം ഉറപ്പാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള മറുമരുന്നുമായി LDF-ഉം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള തങ്ങൾക്കനുകൂലമാകും എന്നുള്ളതാണ് BJP ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നു മാത്രമല്ല, നിരവധിയായ വിഷയങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ചർച്ച ചെയ്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വീണ്ടും സജീവമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനും അതുവഴി രാഷ്ട്രീയ ലാഭം നേടാനും തന്നെയാണ് ഓരോ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇറക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയം മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു ലിസ്റ്റാണ് CPIM തയ്യാറാക്കിയിരിക്കുന്നത്. CPI-യും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ UDF-ന്റെയും NDA-യുടെയും പുറത്തിറങ്ങാനുള്ള ലിസ്റ്റും അത് തന്നെയാണ്. ഇന്ന് LDF-ന് ഒരിത്തിരി നേട്ടമുണ്ടായെങ്കിൽ കൂടിയും അടുത്ത ദിവസം UDF-ഉം NDA-യും അവരുടെ റോഡ് ഷോയിലൂടെ ഇത് സമാസമമാക്കും എന്നുള്ളത് തന്നെയാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവരെന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും UDF-ന്റെ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ അത് വലിയ ചർച്ചയാകാറുണ്ട്. കാരണം
വലിയ വിവാദങ്ങൾ, പൊട്ടിത്തെറികൾ എല്ലാറ്റിനും അവസാനമാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ സാധാരണ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ NDA ആണെങ്കിലും നാളെ ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും ആവേശകരമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. മൂന്നാം തവണ LDF അധികാരത്തിലേറുമോ അതോ UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രവുമല്ല, ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ഒരു ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലം പിടിച്ച ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. 5 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് BJP ക്യാമ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയിപ്പോൾ സീറ്റുകൾ കുറഞ്ഞു പോയാൽ അത് രാജീവ് ചന്ദ്രശേഖരന് വലിയ തിരിച്ചടിയായി രാഷ്ട്രീയമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 3 മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടം. അവസാന ദിവസങ്ങളിൽ LDF സർക്കാർ അവരുടെ പദ്ധതികൾ ഓരോന്നായി ദിവസം എന്നോണം മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമുണ്ടായിരുന്നു. ഇന്ന് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇനിയത് നടക്കില്ല എന്നാണ് UDFന്റെ നേതാക്കൾ എല്ലാവരും പറയുന്നത്. ഉറപ്പായും വിനീത, മന്ത്രിസഭാ യോഗം പോലെ DA സന്ദേശങ്ങൾ പോലെ നിരവധിയായ വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തത്. ആ വിഷയങ്ങൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുന്നു. വെറും 25 ദിവസങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊച്ചി സമാന്തരമായി പി രാജീവിന്റെ റോഡ് ഷോ മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ പല വിഷയങ്ങൾ, വികസനത്തിന്റെ വിഷയങ്ങൾ പലതും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം വോട്ട് തേടുന്നത്. ഒരിക്കൽ കൂടി നാളെ നാം ഇതിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം 16 മുതൽ തന്നെ തുടങ്ങാം. പത്രിക നൽകുന്നതിൽ അവസാന തീയതി മാർച്ച് 23 സൂക്ഷ്മ പരിശോധന ഈ മാസം 24. പത്രിക പിൻവലിക്കാനുള്ള തീയതി 26. വോട്ടെടുപ്പ് ഏപ്രിൽ 9, വോട്ടെണ്ണൽ മെയ് 4. അതാണ് ഇപ്പോൾ റോഡ് ഷോകളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. മലബാറിൽ പലയിടങ്ങളിലും റോഡ് ഷോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നോമ്പ് തുറന്നതിന് ശേഷമാണ് പലയിടത്തും റോഡ് ഷോ നടക്കാൻ പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അംഗം മുറുകിക്കഴിഞ്ഞു. ഇതാ പ്രഖ്യാപനങ്ങളും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് LDF സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കമിട്ടതെങ്കിൽ നാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മറ്റന്നാൾ മുസ്ലിം ലീഗും BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അപ്പോൾ അംഗം മുറുകും. എവിടെയൊക്കെയാണ് ആവേശപ്പോര് നടക്കുന്നത് അവിടെ നിന്നെല്ലാം റിപ്പോർട്ടർ പ്രതിനിധികൾ അപ്പോൾ ഇലക്ഷൻ അപ്ഡേറ്റുകളുമായി ചേരും. റിപ്പോർട്ടർ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ.